നിക്കടാ. ഇപ്പൊ തരാടേ. ഇത് വലിയ ശല്യം. എന്താ ഇത്? വല്ല നുഴഞ്ഞു കയറ്റക്കാരും വരുന്നുണ്ടോ നോക്കിയാണ് സാർ. മൈ ഗോഡ്. മാരകായുധങ്ങളായിട്ട് സംഘം ഇങ്ങോട്ട് വരുന്നുണ്ട്. കമോൺ ഗെറ്റ് അലർട്ട്. ഇവിടെ പുറത്താരും കാണില്ലല്ലോ. അവരാ ടെന്റിനകത്തായിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് തുറന്നോ. കുഴപ്പാവോ? ഏയ് എന്റെ തോക്കിൽ ഉണ്ടല്ലോ. ആ ഉണ്ട് അവിടെ തന്നെ വെച്ചോളാം. ഞാൻ പല പ്രാവശ്യം പറയണ്. എന്നാ തുറക്കല്ലേ? തുറക്കടോ, തുറക്ക്. ഇയാളുടെ കയ്യിൽ ഉണ്ടല്ലോ. പറഞ്ഞ പോലെ ഇവറ്റങ്ങളൊക്കെ എവിടെ പോയി? ചെറുതായിട്ടൊരു പേടി തോന്നുന്നില്ലല്ലോ. ഇല്ലാതില്ല. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇനി നമ്മളറിയാതെ ഇന്നലെ രാത്രി വല്ല പാകിസ്ഥാൻ പട്ടാളത്തെ വന്ന് കൊണ്ടുപോയോ? എവിടെ ഇതിലെങ്ങനെ കഴിച്ചിലാവും? കേറി കുടുങ്ങി പോയല്ലോ അമ്പർത്തെ തങ്ങളെ. നോക്ക് നാട്ടു മോനെ എങ്ങേക്കൂല്ല വാപ്പി അമ്മ. ഞാൻ കഴിച്ച് പോകുമ്പോട്ട് പോന്നേ. അല്ലോ ഇന്റെ കഥ കഴിച്ചതല്ലേ. അല്ലോ എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാ ക്യാമ്പ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്? ആരാ നിങ്ങളുടെ പിന്നിലെ? പറയേ. സാറുമാരെ, നമ്മൾ ബോംബ് വെക്കാനും കൊല്ലാനൊന്നും വന്നതല്ല. പിന്നെ നാട്ടിൽ പേപ്പർ ഇറങ്ങിയിട്ട് അതിനെ പിടിക്കാൻ സഹായം ചോദിച്ചു വന്നതാ. ഓക്കെ, രക്ഷപ്പെട്ടു. ക്യാമ്പിലേക്ക് വരുമ്പോ അനുവാദം ചോദിച്ചിട്ട് വേണ്ടേ വരാൻ? അതും ഈ മാരകായുധങ്ങളൊക്കെ ആയിട്ട് വരുമ്പോ. അത് മാറുകായുധങ്ങളൊന്നും അല്ല സാറേ. പട്ടിനെ കണ്ടാ തച്ചൊല്ലാനുള്ള മരക്കഷ്ണങ്ങളാ. ശരി, ഏതായാലും ഈ ദൗത്യം പട്ടാളം ഏറ്റെടുത്തിരിക്കുന്നു. ഇനി ഈ നാട്ടിൽ ഒരു പട്ടിയും കാണില്ല. അയ്യോ സാറേ, ഏതോ തെണ്ടി ഗ്രീസ് വേണ്ടി വെച്ചേക്കുവാ. ആ തെണ്ടി ഞാൻ തന്നെയാ. ഇത് നിനക്കുള്ള ശിക്ഷയാ. കേരടാ. അയ്യോ സാറേ, ഞാൻ താഴെ വീണ് നടുവൊടിഞ്ഞ് ചത്ത സാറിന്റെ ഭാര്യയ്ക്ക് അരയ്ക്കാൻ തേങ്ങയും കറിക്ക് മാങ്ങ ആരുകൊണ്ട് തരും സാറേ? അതിന് നിന്നെ പോലെ വേറൊരുത്തം വന്നോളും. എടാ, പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടട്ടാ. കേരടാ, ഓരോ കള്ളപ്പട്ടികൾ വന്നോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. പട്ടി പട്ടി നിന്റെ അപ്പൻ. ഏമാന്റെ ഹൗസിംഗ് ബോർഡ് പട്ടി തകർത്തല്ലോ. പട്ടിക്കിതല്ലേ പറ്റൂ. എന്റെ കമത്തിക്കാർക്ക് കാശിക്കൊണ്ടോ. അയ്യോ അയ്യോ വൈദ്യരെ, ഹെൽപ്പ് മീ വൈദ്യരെ. എനിക്ക് പേളുകുമ്പോ വരാട്ടാ. ഇപ്പൊ എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. പോലീസുകാരുടെ 14 ഇഞ്ചക്ഷൻ എടുപ്പിക്കാൻ ഇവിടെ പട്ടികളില്ലടാ. അയ്യോ, വേണ്ട, തുറക്കണ്ട. എന്റെ ശിഷ്യന്മാര് തുറന്നോളും. തുറക്കടാ. വേണ്ട, അടയ്ക്കണ്ട. ഇവരടച്ചോളും. ഇവരെന്റെ തിരുമുകാരാ. സ്റ്റീം ബാത്താ. അവനെ ടെസ്റ്റ് ചെയ്യാൻ കയറ്റിയതാ. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ മരുന്നുകളും ടെസ്റ്റ് ചെയ്യുന്നത് അവന്റെ ശരീരത്തിലാ. നല്ലൊരു ടെസ്റ്ററാ. അവന്റെ ഫാദറും നല്ലൊരു ടെസ്റ്ററായിരുന്നു. എന്റെ ചെറിയൊരു പരീക്ഷണത്തിൽ ചത്തുപോയി. എടാ, ചെന്ന് അയച്ചു വിടറാ ചാവണേല് മുമ്പ്. ഇവരൊക്കെ രാഷ്ട്രീയ ജാഥയ്ക്ക് പോണ ആൾക്കാരാണ്. ഇങ്ങനത്തെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. വരൂ. വിശാലം. നല്ല മോള്. ഒറ്റ മോളല്ലേ ഉള്ളൂ. ഈ കണ്ട സ്വത്ത് മുഴുവനും ഇവൾക്കല്ലേ. ഈ കണ്ട വെൽത്തിന് പുറമെ സായിപ്പുമാരെ സിനിമ കിട്ടുന്നത് എല്ലാം ഡോളേഴ്സ് ആയിട്ടാ. അത് മോൾക്ക് തന്നെയാ. $1 is equal to 48 Indian rupees. You know? അങ്ങനെയല്ലേ? അത് മാത്രല്ല, ഈ ഇരിക്കുന്ന ജിലേബി, അച്ചപ്പം, ലഡു, കായവറുത്തത് എന്ന് വേണ്ട എല്ലാ പലഹാരങ്ങളും ഈ മോൾ ഉണ്ടാക്കിയതാണ്.
നായർക്ക് ബേക്കറി ബിസിനസ് എടുക്കാ ബിസിനസ്സോ? ദിസ് ഇസ് ആപ്പ്. ഡോ തന്നെ ഞാൻ ആ ആവിപ്പെട്ടിയിലല്ലേ നിർത്തിയിരുന്നത്? അതെ. അങ്ങോട്ട് പോട്ടെ 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 പോട്ടെ. ഇതൊക്കെ ഒന്ന് കഴിക്കാമ്മ. പോറും എനക്ക് വയറ് നിറഞ്ഞാച്ച്. എനക്ക് ആകെ വിഷമം എന്റെ പട്ടാമ്പിയെ ഓർത്താ. അമ്മ വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. പിന്നെ ഇവൾക്കാണെങ്കിൽ പട്ടാമ്പി സാറിന് പറഞ്ഞ ജീവനാ. കുട്ടികളുടെ മനസ്സല്ലേ, അവളുടെ ഒരു ഇഷ്ടത്തിനും ഞങ്ങളെതിരല്ല, അല്ലേടി? അവനൊരു പെൺകുട്ടിയെ പിടിച്ചു എന്ന് വെച്ചാ അതന്നെ വലിയ കാര്യാ. ധർമ്മശാസ്താവേ കാത്തുകൊള്ളണേ. എന്നാലും അവനൊരു വാർത്ത എങ്ങിട്ട് ചൊല്ലലിയേ. അതെങ്ങനെ ചൊല്ലും അമ്മ? ഞാൻ തന്നെ ഇവളെ പ്രേമിക്കുന്ന കാര്യം ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞിട്ടില്ല. നേരെ ரொம்ப ആകുതേ. ഞാൻ കളമ്പട്ടുമാ. ഓ വരേ. ചേച്ചി പട്ടാളക്കാരനെ കിട്ടിയെന്നെ തോക്ക് പഠിപ്പിക്കോ? എനിക്കും പഠിക്കണം. എനിക്കും. പിന്നെ ഞാൻ ആ പട്ടരെ കെട്ടാൻ പോവല്ലേ? എനിക്കറിയാം, ചേച്ചിക്ക് ഇഷ്ടം മറ്റേ പട്ടാളക്കാരനെയല്ലേ. ഒന്ന് പോടിയോ. നീ ഇവിടെ ഇരിക്കുക. ഡോ ഇതവിടെ കൊണ്ടുവച്ചേ. ദേ നീ ഇത് കൊണ്ടുപോയി ആ പട്ടാമ്പി സാറിന് കൊടുക്ക. അച്ഛൻ തന്നയച്ചാന്ന് പറയാ. പിന്നത്തയില പട്ടിയെ പിടിക്കാൻ ചാടി മറിഞ്ഞ് ആ പാവത്തിന്റെ ദേഹത്ത് വല്ല ഉളുക്കോ ചതവോ പറ്റിയിട്ടുണ്ടാവോ? എന്നാ എനിക്കൊന്നും വയ്യ. ഒറ്റ ചവിട്ട് വെച്ചെന്നാലുണ്ടല്ലോ കൊഞ്ച നീയേ. എങ്ങനെയെങ്കിലും അയാളുടെ മനസ്സിന്റെ അകത്ത് കയറി പറ്റാൻ നോക്കാണ്ട് പിടിക്കടി. ഒന്നില്ലേലും വെടി കൊള്ളാണ്ട് നിന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ ആ സാറ്. എന്നെ രക്ഷിച്ചത് ആ സാറൊന്നുമല്ല, മറ്റേ പട്ടാളക്കാരനാ. പറയണ പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. ഈ പിണ്ണത്തൈല സ്നേഹത്തോടെ കൊടുത്തിട്ട് അച്ഛൻ തന്നതാണെന്ന് പറ. അല്ലെങ്കിൽ വേണ്ട, നിന്റെ സ്വന്തം ഇഷ്ടത്തിന് നീ തരുന്നതാണെന്ന് പറയാ. ഈ പൂവ് കൊടുക്കുക, മിഠായി കൊടുക്കുക, അതിൽ നിന്നൊക്കെ ഒരു മാറ്റം എന്റെ കുട്ടി. ഈ പിണ്ണത്തൈലത്തിലൂടെ വഴുക്കി വഴുക്കി ആ മനസ്സിലങ്ങോട്ട് കയറി പറ്റാൻ നോക്കടി. ശരി. നിങ്ങൾ ഇത് എന്ത് കണ്ടിട്ടാ മനുഷ്യ പ്രായമായ പെണ്ണിനെ പട്ടാള ക്യാമ്പിലേക്ക് പറഞ്ഞു വിടുന്നത്? പലതും കണ്ടിട്ടാ. എടി നിനക്കറിയില്ല ഒറ്റമോടുള്ള ഒരു തന്തയുടെ വേദന എന്താന്ന്. ഓരോരുത്തരന്മാര് നല്ലൊരു കല്യാണക്കാരി നടന്നു കിട്ടാൻ നേർച്ചയും കാഴ്ചയും വെച്ച് നടക്കുക. ഇത് ഇങ്ങനൊരു കാര്യം വീണിട്ട് കളയാനേ ഞാനൊരു മണ്ടനൊന്നുമല്ല. വൈദ്യരേട്ടാ, ഞാനിതിന്റെ ഉള്ളിലിരുന്ന് ഉരുകി ഉരുകി എല്ല് വരെ വെള്ളമാറായി. ഇതിന്റെ ഉള്ളിൽ ഇടാൻ ഒരു സായിപ്പിനെയും മദാമേനെയും കൊണ്ടുവരാന്ന് പറഞ്ഞ് നീ എന്റെ കൊറേ കാശ് മേടിച്ച് തിന്നില്ലേ? ആ തിന്നത് കംപ്ലീറ്റ് ആയിട്ട് ഉരുകി 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 അങ്ങോട്ട് പോട്ടെ. പട്ടിയടിച്ചത് ഭേദായോ സാറേ? ഇരുന്ന് പോവാറായില്ല മോളെ. നിക്ക് 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 നിക്ക്. എന്താ എന്താ എന്താ? പിന്നതായാലും അച്ഛൻ തന്നു വിട്ടതാ. ഏതാ അച്ഛൻ? നായർ വൈദ്യര് പട്ടിയെ പിടിക്കാൻ ഓടിയപ്പോ വല്ല പരിക്കും പറ്റിട്ടുണ്ടോന്ന് കരുതി പിന്നതായാലും. പിന്നെ നല്ല നിന്റെ അച്ഛനോടെ കൊടുക്ക്. വേണേ കുറച്ച് കുടിച്ചോളാൻ പറ. മേലാൽ ഈ ക്യാമ്പിനകത്ത് കണ്ടുപോയി അടിച്ച് പോച്ചകളെ ഞാൻ പൊയ്ക്കോ. പട്ടാഭിരാമനല്ല, വട്ടാഭിരാമന. ഇവിടെ പാടി എന്താ ഇവിടെ കുറച്ചു ദിവസമായാലും ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങണു. ആരെ കാണാനാ? ആരും കാണാനല്ല. എന്താ കയ്യില്? നോക്കട്ടെ, കാണിക്കേ. നോക്കട്ടടി. എന്താ ഇത്? പിന്നതൈലം. പിണ്ണതയിലോ? ആർക്ക്? എനിക്കോ? ഇവിടേക്ക് ഇങ്ങനെ പുരട്ടാനാ ആണോ? പട്ടിയെ പിടിക്കാൻ ഓടിയപ്പോ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവുന്ന കരുതി. നല്ലതാ, തേച്ച് കുളിച്ചാ മതി. ദാ. പോവല്ലേ, ഇത് പുരട്ട ഒരു കൈ കൂടെ വേണ്ടേ? എന്താ പിണ്ണതൈലം ഇത് പുരട്ടിയ ഫുൾ പെയിൻ പോവും ബോഡിയിലെ. പിന്നെ പോവും. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കാമുകി കാമുകന് പിണ്ണതൈലം പ്രണയോപഹാരമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതാണോ? ഞാൻ സഹിച്ചു. അവന്റെ മക്കളൊരു കളി. സത്യം പറ, അച്ഛൻ എവിടെ? അറിയില്ല. കള്ളം പറയരുത്. അച്ഛൻ എവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ കള്ളം വായിക്കും. സത്യം പറ, അച്ഛൻ എവിടെ? സത്യം പറ. അടിച്ചിന്റെ കാരണം പറ്റിക്ക് മനസ്സിലായി. മിഠായിയോടെ അയ്യോ, എന്താ സാറേ? നിനക്കൊന്നും അറിയില്ലല്ലേ? പനിക്കയുടെ കബഡി സഞ്ചി വാരി അവൻ ഓടിയത്. അവൻ എന്റെ കൈയിൽ കിട്ടിയ പിഴിഞ്ഞ് ഞാൻ ചാറ് കുടിക്കും. അകത്തൊളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് വിളിക്ക. ഈ കുട്ടികളാണ് സത്യം, ഇവിടെ ഇല്ല സാറേ. അവന്റെ അല്ലേ കുട്ടികള്. മോള് കരയണ്ട, സാർ ഒന്നും ചെയ്യില്ല. അച്ഛൻ എവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ ചെയ്യും. പനിക്കർക്ക് തലമുറകളായി കൈമാറി കിട്ടിയ കബഡിയാ. കബഡിയില്ലാതെ അയാളുടെ പ്രവചനം തെറ്റിയിരിക്കുക. എന്റെ പ്രമോഷന്റെ കാര്യം പ്രവചിക്കാമെന്ന് ഏറ്റിരുന്നതാ. അതിനിടയിലല്ലേ അയ്യോ അവന്റെ കബഡി വാരി ഓട്ടം. സത്യമായിട്ട് എനിക്ക് അറിയില്ല സാർ.
പൊക്കിളിയിട്ട് 14 ഇഞ്ചക്ഷൻ എടുത്തൊരു സബ് ഇൻസ്പെക്ടറാണ് ഞാൻ. എന്നെ വെറുതെ പേ പിടിപ്പിക്കരുത്. ഞാനിപ്പോ പോകുന്നു. പനിക്കര തല്ലിയേനും സ്ട്രീറ്റ് ലൈറ്റ് പൊട്ടിച്ചേനും പരാതി വേറെ കിട്ടിയിട്ടുണ്ട്. അവൻ ഇവിടെ എത്തിയാലുടെ സ്റ്റേഷനിൽ ഹാജരാവാൻ പറയണം. ഇല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധത്തിന് കേസെടുത്ത് ഞാൻ അകത്ത് തള്ളും. പ്രകൃതി വിരുദ്ധം അല്ല സാർ, സാമൂഹ്യ വിരുദ്ധം. രണ്ടും ഒന്ന് തന്നെ. നല്ല തുടുത്ത തേങ്ങ. ഈ കള്ളൻ ഭാസ്കരനൊന്നും ഇതുവഴി വരാറില്ലല്ലേ? ഞാൻ വഴി നോക്കില്ല. അയ്യോ ഇതിനകത്ത് ആളുണ്ടായിരുന്നു. പിടിക്കരുത്, പിടിക്കരുത്. അയ്യോ എന്റെ എന്താ പ്രശ്നം? മുഖം കാണാനില്ല. ഓഹോ, ഒരു കാര്യം ചെയ്, മുട്ടിന് താഴെ വെടിവെക്ക്. അയ്യോ വെടി വെക്കല്ലേ, ഞാൻ പൊക്കിത്തരാം. ഞാൻ കള്ളം ഭാസ്കരനാണ്. പ്രസിഡന്റ് ഒന്ന് അടുക്കി വാ, എന്നെ ഒന്ന് രക്ഷിക്ക്. നിങ്ങൾ എല്ലാവരും വന്നിട്ടൊരു തീരുമാനമാകാമെന്ന് വെച്ചാ വിളിപ്പിച്ചത്. ഇവൻ ഇന്നലെ ഇവിടെ മോട്ടിക്കാൻ കഴിയും. ഞങ്ങളുടെ ഒരു രീതി വെച്ച് ഇങ്ങനെ ഒരുത്തൻ ജീവനോടെ മടങ്ങാറില്ല. പിന്നെ ഇത് നിങ്ങളുടെ നാട്ടുകാരൻ, നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. വർത്താനം പറഞ്ഞോണ്ട് നിൽക്കാതെ കെട്ടഴിച്ച് വിട് പ്രസിഡന്റ്. നീ പണിയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ടിപ്പോ പഞ്ചായത്തിന് മാനം കെടുത്താനായിട്ട്. ഞാൻ നിർത്തിയതാ. പട്ടാളത്തിന് പോലീസിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ ക്യാമ്പിൽ നിന്ന് വിലപിടിപ്പുള്ള എന്തെങ്കിലും കട്ടോണ്ട് വരാൻ ഗബ്ബാർ സാറും പിലാക്കന്റെയും കൂടെ പറഞ്ഞു വിട്ടതാ. ഇത് ഇവന്റെ നാവിൽ നിന്ന് തന്നെ നിങ്ങൾ കേൾക്കണം. അതിനുവേണ്ടി എല്ലാവരും വിളിപ്പിച്ചത്. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇവനെ മാത്രം തട്ടിയാ പോരാ, ആദ്യം തട്ടേണ്ടത് ആ ഗബ്ബാറിനെയാ. പട്ടാളം ഇവിടെ ഉള്ളപ്പോ പിന്നെ എന്തിനാ ഒരു പോലീസ് സ്റ്റേഷൻ? എന്നാലും പട്ടാള ക്യാമ്പ് തന്നെ കയറി അവന്റെ ധൈര്യം സമ്മതിക്കണം. ചന്ദനത്തിന് അത്രേ ഉള്ളൂ. എന്തൊക്കെയുണ്ട് സാറേ വിശേഷം? അല്ല ഇതാരാ? കൂട്ടുകാരന്റെ ഭാര്യ. കൂട്ടുകാരന്റെ ഭാര്യ? ഒരു കൂട്ടുകാരന്റെ ഭാര്യക്ക് മറ്റൊരു കൂട്ടുകാരനോടൊപ്പം യാത്ര ചെയ്യുന്നതിൽ എന്താ കുഴപ്പമുണ്ടോ? ഏയ്, ഒരു കുഴപ്പമില്ല. പിന്നെ സാറിന്റെ ഒരു കൂട്ടുകാരനെ വളരെ ഉപചാരപൂർവ്വം ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നു. കിട്ടിയോ? ഇനി അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് ഇവിടെ മടിക്കണ്ട കേട്ടോ. അപ്പോ വരട്ടെ കൂട്ടുകാരാ. ഓ, എന്നെ ശരിക്കും അറിയാൻ പാടില്ലാണ്ടാണോ നീ? എന്താടി നിന്റെ മുഖത്ത് കടന്തലൂത്ത് വരിക്കുന്നത്? എന്നാലും നിങ്ങൾ എന്നെ കൂട്ടുകാരന്റെ ഭാര്യയാക്കിയില്ലേ? അപ്പൊ നിങ്ങൾ വേറെയും പെണ്ണുങ്ങളോട് പോകാറുണ്ടല്ലേ? ഓ ദേ, എനിക്ക് ചൊറിഞ്ഞേര് പറഞ്ഞിട്ടുണ്ട്. എടി അതാ പട്ടാളമേതനാണ്. എന്നോടുള്ള ദേഷ്യത്തിന് നീ എന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞ് അങ്ങേര് നിന്നെ പീഡിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒന്നുമല്ല, സത്യം ചെയ്യ. നിങ്ങൾ വേറെയും പെണ്ണുങ്ങളോടൊപ്പം കിടന്ന് ഉറങ്ങിയിട്ടില്ലേ? ഓ എടി, നമ്മുടെ 2 മക്കളാണ് സത്യം. ഞാൻ നീ അല്ലാതെ വേറൊരു പെണ്ണിന്റെ ഒപ്പം കിടന്ന് ഉറങ്ങിയിട്ടില്ല. നിന്റെ അടുത്ത് വരുമ്പോ മാത്രമുള്ള ഉറക്കം. മറ്റുള്ളവർ ഉറങ്ങാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? എന്താ? ഒന്നുമില്ല എന്റെ ചെമ്പകം. എന്താ എന്താ ഉണ്ടായേ? അയ്യോ, പാമ്പ എവിടെ? അകത്ത് ഉത്തരത്തില്. ഓഹോ. അയ്യോ, അകത്തേക്ക് പോണ്ട. ഏയ്, കുട്ടി പേടിക്കണ്ട. വല്ല വള്ളിയോ വയറോ തൂങ്ങി കിടക്കുന്നുണ്ട് കുട്ടിക്ക് തോന്നിയതോ? അല്ല, ഞാൻ കണ്ടതാ. ഉത്തരത്തിൽ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് പത്തി വിടർത്തി നിൽക്കുക. ആഹാ. എവിടെ പാമ്പനെ കണ്ടത്? ദാ അവിടെ. കാണുന്നില്ലല്ലോ. ചിലപ്പോ മൂലോടിനുള്ളിൽ കയറി ഇരിപ്പുണ്ടാവും. മൂളിൽ കയറി നോക്കാം. എന്തിനാ സാർ ഇവര് കരഞ്ഞ? അയ്യോ, ആ കുട്ടി ഒരു പാമ്പിനെ കണ്ട് കരഞ്ഞതാ. അകത്തേ നോക്കിയപ്പോ കാണാനില്ല. ചിലപ്പോ മുകളിൽ എവിടെയെങ്കിലും കയറി ഇരിപ്പുണ്ടാവും. താൻ ഒരു കാര്യം ചെയ്യും സാർ, പോയ റാപ്പിളിംഗ് റോപ്പ് എടുത്തുണ്ടോ? ഓക്കെ സാർ. കുട്ടി പേടിക്കണ്ട. അങ്ങനെ ഒരു പാമ്പ് ഇതിന്റെ മുകളിലുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ പിടിച്ചിരിക്കും.
ഞാൻ കയറിയപ്പോരെ സാർ? വേണ്ട, ഞാൻ തന്നെ കയറിക്കോളാം. സൂക്ഷിക്കണേ. കുട്ടി ഭയപ്പെടണ്ട, ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ ഈസി അല്ലേ? ആര് പറയണ പൊക്ക? അല്ല സാറ്, സാറ് താഴെ ഇറക്കണോ? ഒന്നും പറ്റിയില്ലോ സാർ. ഓക്കെ ഓക്കെ, റെഡി സാർ. റെഡി സാർ. 1 2 പുൾ. ബാലൻസ്. റെഡി സാർ. ഓൾ സാർ. ലെഫ്റ്റ് സ്വിംഗ്. ഇങ്ങേർക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഒരു ഏണി വെച്ച് കയറിയാ മതി. മിണ്ടായിട്ടാ. Full swing. Yes, right. Ready to land? Yes, I'm going to land. Landing. Right. അതവിടെ ഇരുന്നോട്ടെ സാർ. അതൊന്നും കുഴപ്പമില്ല. കിട്ടി. ഇതൊക്കെ ഞങ്ങൾക്ക് ട്രെയിനിങ് സാധാരണയല്ലേ? അതെ അതെ. കാലൊന്ന് സ്ലിപ്പ് ചെയ്തു. ഓട് കുറച്ച് പഴയതാണല്ലേ? എടാ പട്ടാളം, ബ്ലം, ബ്ലം, ബ്ലം. എക്കോ, എക്കോ. ഇറങ്ങി വാടാ. എന്റെ വീടിന്റെ മോന്തായന്റെ അർത്ഥത്തിൽ ഇവിടുന്ന് സൂയിക്ക് വാടോടാ. ഇറങ്ങി വാടാ. ക്യാ? പോയി ഡ്യൂട്ടി കയറോ, ഇല്ലെങ്കിൽ സസ്പെൻഷൻ കിട്ടും. രാത്രി ഇവിടെ കിടന്ന് ബഹളം വെച്ചാണ്ടല്ലോ. ഓ വേളം വെച്ചാ നീ എന്നെ അങ്ങ് ഓലത്തും. ആളില്ലാത്ത നേരം നോക്കി എന്റെ വീടിന്റെ മോന്തായത്തെ കയറി എന്ത് തോന്നിയ ദിവസം കാണിക്കാം. അല്ലടാ പന്നകളെ, ഇപ്പൊ കിട്ടുന്നത് എനിക്ക് പൊട്ടിയ ഓടിച്ച കാശ്. തമ്പുരാൻ എഴുന്നള്ള എന്താ എത്ര വൈകിയത്? പോയിട്ട് പിന്നെ വാടോ. കുമാരനെ കളി പിടിപ്പിക്കരുത്. എന്റെ വീടിന്റെ കാശൊന്നുമില്ല, എന്റെ ശവം എടുക്കൊണ്ടിരുന്നു ഇവിടുന്ന്. പിന്നെ സാർ അയാളെ ഇങ്ങോട്ട് വിട്ടേക്ക്. സാർ. മുഴുവൻ പണം ഇപ്പൊ തന്നെ വേണോ അതോ ഇപ്പൊ കിട്ടണം, ഇല്ലേ കളി പഠിപ്പിക്കും കുമാരൻ. എന്താ പറഞ്ഞ? ഇത്രയും മതിയോ അതോ ഇനിയും വേണോ? മതി. എന്നാ പോയി. ശരി സാർ. കിട്ടിയാ? കിട്ടി, പലിശ സഹിതം കിട്ടി. മോളെ, നമ്മുടെ ഉഴിച്ച് സെന്റർ ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ആമേ അകത്തേക്ക് പോ. Excuse me. This is Dara. This is Tirmal Kendra. You go and watch. Okay? Okay, come on. ദേ ഇങ്ങോട്ട് വന്ന് ഒരു മിനിറ്റ്. വലിക്കല്ലടോ. ദേ ഇത് സായിപ്പ് എത്തിയില്ല എന്ന് പറഞ്ഞ കഴുത്ത കയറാൻ വന്നേക്കരുത്. എല്ലാം റെഡിയല്ലേ? ഇവർക്ക് കഥകളിയാണ് കാണേണ്ടത്, അല്ലാതെ തിരുമലല്ല. കഥകളി തന്നെ വേണോ? കഥകളി ഒരു പഴഞ്ചൻ ചരക്കല്ലേ, ഇപ്പൊ സിനിമാറ്റിക് ഡാൻസ് അല്ലേ? സിനിമാറ്റിക് ഡാൻസിന് 1000 ചൂടെ അങ്ങോട്ട് കളിച്ചാൽ മതി. കലാമണ്ഡലത്തിലേക്ക് പുറപ്പെട്ട് ഇവർ എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിച്ചതെന്ന് അറിയാമോ? ആദ്യം കലാമണ്ഡലം കത്തിക്കണം. അവന്റെ ചാക്യാർകൂത്തും കൂടിയാട്ടവും കഥകളിയും മനുഷ്യന് ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്താണ് കഥകളിക്ക് വല്ല പ്രശ്നമുണ്ടോ? കഥകളിക്ക് ഒരു പ്രശ്നമില്ല. വാദ്യക്കാരും മേളക്കാരും ഒക്കെ എത്തിയിട്ടുണ്ട്. അതിനെന്താ നിന്ന് കരണേ? ആരെവിടെ കരഞ്ഞേ? കരച്ചിലും പിടിച്ചിട്ട് എളിക്കാക്കണ്ട. സായിപ്പുമാര് നിക്കണോ പോണോ? അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്താണ്? ഈ കഥകളി തന്നെ വേണോ, വേറെ ഏതെങ്കിലും കളി പോരെ? സായിപ്പുമാര് നിക്കണോ പോണോ? സായിപ്പ് നിക്കണം. ബ്രദർ എല്ലാം കഴിഞ്ഞു പോയി. ഇനി എന്ത് മാങ്ങണ്ടിയാണോ? ഇത് ഇന്നലെ ഉണ്ടാക്കിയതാ.
കളിക്കാൻ കൂടുണ്ടോ? Stop it. നമസ്തേ നമസ്തേ. Stop it. This is not Kathakali. Are you trying to cheat us, bloody buffoon? Yes. Saipe? No, Saipe. This is Kathakali. 20 years Kathakali. 20 years Kathakali? Yes. എൻ്റെ അമ്മേ. എന്തേടി? ഞാൻ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്, അല്ലാണ്ട് വേറെ Don't ഒന്നുമില്ല. do that again. മനസ്സിലായി? മലയാളം അറിയാലേ? മതാമല്ലേ ഇത്? ഇവക്ക് പാണ്ട. Saipe പോകല്ലേ, ഞാൻ കൊണ്ടാക്കി തരാം. അവിടെ നിക്കോ? Okay, go, go. അവിടെ നിൽക്കുന്നു. അതെ, എന്റെ കയ്യിൽ വേറൊരു കളിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ചാക്യാർ കൂത്ത് പറ്റോ? ഓ, അത് കൂടെ കാണിക്കത്ത കുഴപ്പമുള്ളൂ. പലതും അറിഞ്ഞിട്ടാണ് ആ സായിപ്പ് കഥകളിൽ ഗവേഷണം നടത്തുന്ന ആളാ. എന്നാ പിന്നെ അത് നേരത്തെ പറയട്ടോ കുട്ടി പിശാചേ. എവിടെ നായരെവിടെ? ഇവിടെ ഉണ്ട്, എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ടെന്ന്. എവിടെ ഉണ്ട്? വിളിക്കാനാ പറഞ്ഞത്. നായരല്ലേ ഇത്? ആ, ഞങ്ങൾ ഈ വീടും സെർച്ച് ചെയ്യാൻ പോവാ. എന്തിനാ? അതൊക്കെ പറയാം, വാ. Come on, search. അതെ, തിരക്കൂട്ടല്ലേ? ആരുടെ അമ്മേനെ നോക്കണേ? ഇതാരാ ഇവരൊക്കെ? എന്റെ വാദ്യക്കാരാ, എന്റെ മേളക്കാര്. ഓ. ഇതെന്താ നിലാപത്ത് അഴിച്ചിട്ട് കോഴികളെ പോലെ ഇങ്ങനെ നടക്കണേ? ഓ, ഇവിടെ പതിവായിട്ട് സായിപ്പ്മാര് വരാറുണ്ട്. 3 പേര് വന്നു, അവരിപ്പോ തന്നെ പോയി. അടിയും കൊണ്ട് ദേ കിട്ടുന്നില്ല. എന്റെ പൊന്ന് സാറേ, ആദ്യമായിട്ട് വന്നത്, അവരിപ്പോ തന്നെ പോയി. എന്താ ഇവിടെ തപ്പണേ? എന്താ പ്രശ്നം? ആ? പറയില്ല അല്ലേ? പെണ്ണേ, പേടിക്കണ്ട, വരും ഓഫീസിൽ തന്നെയാ സെർച്ച്. നിന്നെ ഒന്ന് കാണാൻ വേറെ ഒരു വഴി ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കുറച്ച് ഫോറിനേഴ്സ് വന്നിട്ടെന്ന് അറിഞ്ഞ. ആ പേരും പറഞ്ഞ് പട്ടാഭി സാറിനെ പിരികേറ്റി കൊണ്ടുവന്നിരിക്കുക. നിന്റെ അച്ഛൻ ഭാവി വരന്റെ പുറകെ പാവാടി എടുത്തോണ്ട് ശ്വാസം വിടാണ്ട് ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ വന്നത് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാം. മരിച്ചത് പറയാൻ പോവാ. അപ്പൊ അറിഞ്ഞില്ലേ നായര് വൈദ്യരുടെ മോളെ കാണാനില്ലെന്ന്? ഞാനെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് തമാശയായിരുന്നില്ലേ? ഇപ്പൊ എന്തായി? വാ, കവലയിലേക്ക് വാ. ഇപ്പോഴാ ഞാൻ വിവരം അറിഞ്ഞത്. പട്ടാളം വന്നാൽ അപകടമാണ്, പെൺകുട്ടികളെ സൂക്ഷിക്കണം എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു പ്രകടനം? പട്ടാളം ഇങ്ങ് വരട്ടെ, എന്നിട്ട് വേണം എന്നെ ഓടിക്കാൻ, അല്ലേ? അതൊക്കെ പോട്ടെ, ഒരു അപകടം വരുമ്പോ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ പോലീസുകാരൻ. നായരെ, നിങ്ങളൊരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് തന്നാൽ മാത്രം മതി, ഇപ്പൊ പൊക്കും ഞാൻ ആ പട്ടാളത്തെ. എന്തൊക്കെയായാലും കേരള പോലീസിന് നാട്ടുകാരെ മറക്കാൻ പറ്റില്ലല്ലോ. അത് നേരാണ്. നിങ്ങളെ കടലാസ് ഒപ്പിട്ട് കൊടുത്താളേ. പ്രായം തന്നെ പെണ്ണാ. വേണ്ട ഗബ്ബാർ സാർ, നന്ദി. ചോദിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് പറയാം. പക്ഷേ ഇവരെന്തിനാ ഇങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പട്ടാമ്പി സാർ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് നടത്തി കൊടുക്കുമായിരുന്നല്ലോ. പെൺകുട്ടി സ്വമേധയാ ഇറങ്ങിപ്പോയതാണെന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ്? സംഗതി പട്ടാളോ? IPC സെക്ഷൻ 361 വകുപ്പ് പ്രകാരം തട്ടിക്കൊണ്ടുപോകൽ, പെൺവാണിപ്പം. എന്റെ നായരെ, ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളൊരു ഒപ്പിട്ട് തന്നാ മതി, പട്ടാളത്തെ ഞാൻ ഇപ്പൊ പൊക്കും. എന്നാ ഞാനൊരു സത്യം പറയാം. എന്റെ മോളും പട്ടാമ്പി സാറും ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെയാ അവര് പോയത്. എനിക്ക് എന്റെ മോളെ ഇഷ്ടാ വലുത്. ഒരേ ഒരു മോളാ. ജാതിയും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അവരൊന്നും ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. അപ്പൊ കാണാം ഇയാളുടെ പരിഭ്രമം. ഇങ്ങനെ വേണം അച്ഛന്മാര്. എന്തിനാ ഈ ഒളിച്ചോട്ടൊക്കെ? ഞാൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചോ? ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. ഏയ്, ഞാൻ അന്നേ സമ്മതിച്ചതല്ലേ. ശരിയാ. എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നു. മോളെ വിളിക്ക്. ബെന്നി. ഓ, ബെന്നിന്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനി കൂടെ ഉള്ളത് നല്ലതാ. ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടി ചേർന്നാൽ ഹിന്ദുസ്ഥാനി. എടോ, താൻ
എന്ത് പണിയാണോ ചെയ്തത്? ഇതാ ഞാൻ പറഞ്ഞു, ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിലോ ഒന്നും. അത് നേരത്തെ തോന്നിയതുകൊണ്ട് ഇങ്ങനെ വേണ്ടി വന്നു. മോളുടെ ഇഷ്ടല്ലേ നായരെ വലുത്? എന്റെ മകൾ ഒരു ക്രിസ്ത്യാനിക്ക് കെട്ടിച്ചു കൊടുക്കാൻ തനിക്ക് ആരോട് ലൈസൻസ് തന്നത്? എന്തൊക്കെയായിരുന്നു. എനിക്ക് എന്റെ മോളുടെ ഇഷ്ടാ വലുത്. എനിക്ക് ആകെ ഒരു മോളാണ്. ജാതിയും അതൊരു പ്രശ്നമല്ല. എന്നിട്ട് ഇപ്പൊ എന്തായി നായരെ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പണിക്കരെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു. വിധിയാണെന്ന് കരുതിക്കോളാ. മേടത്തിൽ കല്യാണം നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ? കണക്ക് പഴക്കില്ല. ഇതാണ് ആ കുട്ടിയുടെ യഥാർത്ഥ മംഗല്യയോഗം. വിളിച്ചനുഗ്രഹിക്കുക. അച്ഛന്റെ കാലിനോട് അനുഗ്രഹം വാങ്ങിക്കാം. അനുഗ്രഹം കൊടുക്കുന്നത് അമ്മേ ഭഗവതി, എന്തായാലും ഇത് കലക്കി കൊടുകൈ. പട്ടാളത്തെ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ആ കൈ വിട്ടേ. നായര് വിഷമിക്കണ്ട. നായരുടെ മോൾക്ക് എന്തുകൊണ്ടും യോഗ്യനാ ബെന്നി. കല്യാണത്തിന്റെ ആഘോഷങ്ങളൊക്കെ പട്ടാളത്തിന്റെ വക. ഇന്ന് വൈകുന്നേരം ക്യാമ്പിൽ ബടാ